വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലോ മലയാളി. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഡി ആർ മെക്കാനിസം, ഇൻട്രൊഡക്ഷൻ ടു എ ഡി ആർ മെക്കാനിസം ഇൻ ഇന്ത്യ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡി ആർ മെക്കാനിസം ഇൻ ഇന്ത്യ. ഫസ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഈ ടോപ്പിക്കിനെ പ്രധാനമായും ഒരു 7 പോയിൻ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് ചോയ്സ് ഓഫ് ന്യൂട്രൽ പാർട്ടി. Parties can choose an arbitrator, mediator or conciliator with the relevant experience in the field of dispute. പാർട്ടീസിന് അവരുടെ ആർബിട്രേറ്ററിനെയോ മീഡിയേറ്ററിനെയോ കൺസിലിയേറ്ററിനെയോ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇതുവഴി ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊസീജിയറൽ നോളജ് മാത്രമുള്ളൊരു പേഴ്സണെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഡിസ്പ്യൂട്ട് മേഖലയിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണെ തിരഞ്ഞെടുക്കാൻ പാർട്ടീസിന് സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് ഫ്ലെക്സിബിൾ റൂൾ. മോർ കൺട്രോൾ ഓവർ പ്രൊസീജിയറൽ ആൻഡ് ഡിസ്കവറി റൂൾസ്. Parties can opt for industry standards, domestic or foreign laws. ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ലിറ്റിഗേഷനിൽ പാർട്ടീസിന് ലോസോ പ്രൊസീജിയർസോ ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ എ ഡി ആർ മെക്കാനിസത്തിൽ പാർട്ടീസിന് പ്രൊസീജിയറും റൂൾസും ലോയും ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡൊമസ്റ്റിക് ലോയുടെ അണ്ടറിൽ വേണോ ഫോറിൻ ലോയുടെ അണ്ടറിൽ വേണോ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നത്. തേർഡ് പോയിന്റ് ഈസ് നോ ജൂറി ഇൻവോൾവ്മെൻറ്റ്. Unlike civil court cases, ADR awards potentially based or unpredictable jury decisions. ADR മെക്കാനിസത്തിൽ ജഡ്ജ് അല്ലെങ്കിൽ ഒരു ജൂറിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. ഫോർത്ത് പോയിന്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. റെഡ്യൂസ് ദ നീഡ് ഫോർ എക്സ്പെർട്ട് വിറ്റ്നസ് ആൻഡ് ലെന്തി കോർട്ട് പ്രൊസീജിയർ, ലോവറിംഗ് ഓവറോൾ കോസ്റ്റ്. അതായത് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ലിറ്റിഗേഷനെ പോലെ വിറ്റ്നസ് ഹിയറിങ്ങോ ലെന്തി കോർട്ട് ട്രയൽസോ ADR മെക്കാനിസത്തിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്ന പോലെ ടൈം സേവിങ്ങും ആണ്. ദ സിക്സ്ത് പോയിന്റ് ഈസ് ആക്റ്റീവ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ്. പാർട്ടീസ് ആർ ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹാവ് മോർ കൺട്രോൾ ഓവർ സെറ്റിൽമെൻറ്റ് ഔട്ട്കം. ആർബിട്രേറ്ററിൻ്റെയോ മീഡിയേറ്ററിൻ്റെയോ കൺസിലിയേറ്ററിൻ്റെയോ മധ്യസ്ഥതയിൽ പാർട്ടീസ് തന്നെയായിരിക്കും ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്നിടത്തോളം കാലം പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ഔട്ട്കമ്മും കോൺഫിഡൻഷ്യൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഡി ആർ മെക്കാനിസം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് എ ഡി ആർ മേ നോട്ട് ഓൾവേസ് yield റെസൊല്യൂഷൻ എക്സെപ്റ്റ് ആർബിട്രേഷൻ, ലീഡിംഗ് ടു വേസ്റ്റ് ടൈം ആൻഡ് മണി. ചില സാഹചര്യങ്ങളിൽ എ ഡി ആർ മെക്കാനിസം വഴി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ടൈമും അതുപോലെ തന്നെ മണിയും വേസ്റ്റിംഗ് ആയിരിക്കും. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ആർബിട്രേറ്റേഴ്സ് ഡിസിഷൻസ് ആർ ഫൈനൽ ആൻഡ് ബൈൻഡിങ് which may not satisfy the court often refers to review. ആർബിട്രേഷൻ ഡിസിഷൻസ് ഫൈനലാണ്, അതുപോലെ തന്നെ രണ്ട് പാർട്ടീസിനും ആ ഓർഡർ ബൈൻഡിങ് ആണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആർബിട്രേഷൻ ഡിസിഷൻസ് ഫൈനൽ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടീസിനും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പോലും കോർട്ടിൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. സോ ആർബിട്രേഷൻ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് തന്നെ രണ്ട് പാർട്ടീസിനും അമിക്കബിൾ ആയിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ട് വേണം ഫൈനൽ ഡിസിഷൻ പറയാൻ. റെയർ കേസുകളിൽ മാത്രമാണ് കോർട്ട് റിവ്യൂ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ദ തേർഡ് പോയിന്റ് ഈസ് ന്യൂട്രൽ പാർട്ടീസ് ചാർജ് ഫീ ദാറ്റ് മേ ബി സബ്സ്റ്റാൻഷ്യൽ. അതായത് ആർബിട്രേറ്റർ, മീഡിയേറ്റർ, കൺസിലിയേറ്റർ എന്നിവർ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഇവർ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ടൈം, എക്സ്പെൻഡിച്ചർ, പിന്നെ അവരുടെ പോപ്പുലാരിറ്റീനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരവരുടെ ഫീസ് ചാർജ് ചെയ്യുക. എന്നാൽ ട്രഡീഷണൽ മെത്തഡ്സ് ഓഫ് ലിറ്റിഗേഷനിൽ ജഡ്ജ് ഡിസിഷൻ പറയുന്നതിന് പാർട്ടീസ് ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ആർബിട്രേഷൻ ക്ലോസ് ഇൻ കോൺട്രാക്ട് ആർ ടിപ്പിക്കലി ബൈൻഡിങ് ആൻഡ് കോർട്ട് ഡു നോട്ട് വേവ് ദം അൺലെസ് ബോത്ത് പാർട്ടീസ് എഗ്രി. ആർബിട്രേഷൻ ക്ലോസ് ഒരു കോൺട്രാക്റ്റാണ്, അതുപോലെ ബോത്ത് പാർട്ടീസിനും അത് ബൈൻഡിങ് ആണ്. ആർബിട്രേഷൻ വഴി സെറ്റിൽ ആവാത്ത കേസുകൾ രണ്ട് പാർട്ടീസിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ കോർട്ട് വഴി സെറ്റിൽ ചെയ്യാൻ പറ്റൂ. ദ സിക്സ്ത് പോയിന്റ് ഈസ് ലിമിറ്റഡ് പ്രൊട്ടക്ഷൻ ടു പാർട്ടീസ് ഇൻ എ ഡി ആർ, എസ്പെഷ്യലി ഇൻ ഡിസ്കവറി. കോമൺ ലിറ്റിഗേഷൻ ഡിസ്കവറി റൂൾസ് ഡസ് നോട്ട് അപ്ലൈ. എ ഡി ആറിൽ കോമൺ ഡിസ്കവറി ലിറ്റിഗേഷൻ റൂൾസ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ലിമിറ്റഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും പാർട്ടീസിന് കിട്ടുക. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് എ ഡി ആർ പ്രൊഫഷണൽസ് ക്യാൻ ഓൺലി ഹാൻഡിൽ സിവിൽ ഓർ മോണിറ്ററി ഇഷ്യൂസ്, നോട്ട് അതോറിറ്റേറ്റീവ് ഓർ ഇൻജക്റ്റീവ് മാറ്റേഴ്സ്. സോ എ ഡി ആർ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ക്രിമിനൽ മാറ്റേഴ്സ് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻട്രൊഡക്ഷൻ ടു എ ഡി ആർ മെക്കാനിസം ഇൻ ഇന്ത്യ. Alternative dispute resolution or ADR is a way to resolve legal dispute without going to court. It includes methods like arbitration, mediation, and conciliation. In India,
ADR was introduced to reduce the burden on court and to provide a quicker, cost-effective, and peaceful way for people to settle their dispute. The concept was first recognized in labor laws and later expanded into civil laws through legal reforms. ADR മെക്കാനിസം ആദ്യമായി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ലേബർ ലോസിലും പിന്നീട് ലീഗൽ റെക്കഗ്നിഷൻ കിട്ടിയതിനു ശേഷം സിവിൽ ലോസിലുമാണ്. Our next topic is development of ADR in India. The first point is introduced through labor laws. ADR was first used in India through the Industrial Dispute Act 1947 for resolving conflict between workers and employers. ADR ഫസ്റ്റ് യൂസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 വർക്കേഴ്സും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തത്. The next point is conciliation by government officials. The act allows government officials to act as a conciliator and help settlement dispute before they reach the court. ഈ ആക്ട് വഴി ഗവൺമെൻറ് ഒഫീഷ്യൽസ് കൺസീലിയേറ്റർ ആയി നിന്നുകൊണ്ട് കേസുകൾ കോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് സ്റ്റാറ്റുട്ടറി റെക്കഗ്നീഷൻ. കൺസീലിയേഷൻ വാസ് legally recognized as a formal and effective methods of dispute resolution. കൺസീലിയേഷനെ ഒരു ലീഗലി റെക്കഗ്നൈസ്ഡ് ഫോർമൽ എഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. Our next point is expansion to civil disputes. Section 89 of Code of Civil Procedure was added to promote ADR in civil cases, ensuring parties to settle dispute without court intervention. കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാണ്ട് തന്നെ സെക്ഷൻ 89 വഴി ADR മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ടായിട്ട് തന്നെ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നു. The last point is purpose of ADR in India. The first point is reduce court workload. Second one, promote peaceful settlement. And the last one, save time and money. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.